ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും കൽക്കണ്ടം ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. പ്രിയ കൂട്ടുകാരെ, ഡിസംബർ മാസം കഴിഞ്ഞു, ക്രിസ്മസ് കഴിഞ്ഞു, ന്യൂ ഇയറും കഴിഞ്ഞു. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷമുണ്ടായിരുന്നു. ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ക്രിസ്മസ് കൂട് പണിഞ്ഞു, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി. കൂടാതെ ലാമൂസിന് ക്രിസ്മസ് പപ്പയുടെ ഉടുപ്പും വാങ്ങി. ആ ഉടുപ്പൊക്കെ ഇട്ട് ആഘോഷിച്ചു. ലാമൂസിന് വളരെ സന്തോഷവുമായി. ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞ ശേഷം ഈ ഉടുപ്പിലെല്ലാം ഇട്ട് നടന്നുകൊണ്ട് അത് അടുത്ത വർഷം ഉപയോഗിക്കേണ്ടതായതുകൊണ്ട് ഞങ്ങളത് നന്നായിട്ട് കഴുകി സോപ്പൊക്കെ ഇട്ട് സോപ്പ് പൊടിക്കാതെ കഴുകി വൃത്തിയാക്കി. അപ്പം ലാമൂസിൻ്റെ ഒരു സംശയം ഇതാണ്, ഈ ക്രിസ്മസ് അപ്പൂപ്പൻ എവിടെ പോയി? ഉടുപ്പ് ഇവിടെ ഉണ്ടല്ലോ, ഇപ്പം ഈ പാപ്പ എവിടെ പോയെന്ന്. അപ്പോൾ ഇത് ഇങ്ങനെ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ലാമൂസ് ഇത് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങ് ചിരിച്ചു. ഇവളെന്തോ ഈ ചോദിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങളും ചിന്തിച്ചു, ഇവളെന്തോ ഇങ്ങനെ പറയുന്നത് എപ്പോഴും എന്ന്. എന്നിട്ട് ഞങ്ങൾ അവളോട് ചോദിച്ചു, നിൻ്റെ അഭിപ്രായത്തിൽ എന്താ ക്രിസ്മസ് അപ്പൂപ്പനോടെ പോയി? അവിടെ ഒരേ ക്രിസ്മസ് അപ്പൂപ്പന് ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ പാത്തിരിപ്പുണ്ട്. ഞാൻ നല്ലവരായിട്ട് ജീവിക്കുന്നു, നമ്മളൊക്കെ നല്ല കുട്ടികളായിട്ട് ജീവിക്കുന്നു, നമ്മളൊക്കെ നല്ല രീതിയിൽ നല്ല മക്കളായിട്ട് വീട്ടിലുള്ളവരൊക്കെ പറയുന്ന അനുസരിച്ചൊക്കെ ജീവിക്കുന്നവരുണ്ട് എന്ന് നോക്കാൻ വേണ്ടി ക്രിസ്മസ് അപ്പൂപ്പൻ ഇവിടെ എല്ലാം ഈ പാത്തിരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ നല്ല സ്വഭാവമായിട്ട് ജീവിക്കുകയാണെങ്കിൽ, നല്ല കുട്ടിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ, നല്ല മക്കളായിട്ട് ജീവിക്കുകയാണെങ്കിൽ ക്രിസ്മസ് അപ്പൂപ്പൻ അടുത്ത വർഷം വരുമ്പോൾ നമുക്ക് കൊണ്ട് സമ്മാനങ്ങൾ തരും. ഇല്ലെങ്കിൽ സമ്മാനം തരത്തില്ല. അതിന് നോക്കാനായിട്ട് ഇവിടെയൊക്കെ പാത്തിരിപ്പുണ്ടെന്ന് നമ്മൾക്ക് കാണാൻ പറ്റത്തില്ല, ക്രിസ്മസ് അപ്പൂപ്പന് കാണാൻ പറ്റുമെന്ന്. ഞാൻ എളുപ്പമൊന്നും ഇത് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ചിന്തിച്ചു, ഇവളെന്ത് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എടി മോളെ, അങ്ങനൊന്നുമല്ല, അതിനൊത്തിരി കഥകളുണ്ട്, അതിനൊത്തിരി ചരിത്രങ്ങളുണ്ട്, അതൊക്കെ വലിയ കുട്ടിയാകുമ്പോൾ നിനക്ക് പഠിക്കാൻ പറ്റും. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൾ ക്രിസ്മസ് പാപ്പാഞ്ഞിയുടെ ഉടുപ്പൊക്കെ എടുത്ത് കഴുകി പറയുമോ, എന്താ അപ്പാ ഈ ക്രിസ്മസ് പാപ്പാഞ്ഞി എപ്പോഴും ഈ ചുമന്ന ഉടുപ്പിടുന്നത്? വേറെ കളർ, നല്ല സൂപ്പർ റോസ് കളറുണ്ട്, മഞ്ഞ കളറുണ്ട്, അതൊക്കെ ഇടാത്തത്. ഇവൾ കുഴയ്ക്കുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അന്നേരം ഞാൻ പറഞ്ഞ്, നീ ഇപ്പോൾ വലിയ കടന്നൊന്നും ചിന്തിക്കണ്ട, നിൻ്റെ കുഞ്ഞു ബുദ്ധിയിൽ കുഞ്ഞു കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ സ്കിപ്പ് ചെയ്ത്. അന്നേരം എനിക്കൊരു കൺഫ്യൂഷനായി, എൻ്റെ മറുപടി കൊടുക്കാൻ നമുക്ക് തന്നെ കറക്റ്റ് അല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തു. ഓക്കെ, പ്രിയ കൂട്ടുകാരെ, ഇതിനകത്തുനിന്ന് ഇവക്കാണെങ്കിൽ ഇവിടെ അടുത്ത് കൂടി ഇരുന്നുകൊണ്ട് ഇങ്ങനെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവളിങ്ങനെ നമ്മളെ വെട്ടിവെക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കും. പ്രിയ കൂട്ടുകാരെ, ഇതുപോലെ നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞു കുട്ടികളുണ്ടാവുമല്ലോ, കുഞ്ഞു കുട്ടികളുടെ കൂടെയൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്യണം. അതൊരു വലിയ ആനന്ദമാണ്. കാരണം അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ അവരുടെ കുസൃതി ചോദ്യങ്ങൾ, അവരുടെ ആശയങ്ങൾ. ഇന്നത്തെ കാലത്ത് അങ്ങനൊരു സംഭവം ഇല്ല. ഈ മക്കളുടെ കൂടെ ഇരുന്ന് അല്പനേരം സഹകരിക്കുവാനും മക്കളോട് ചേർന്നിരുന്ന് അവരുടെ ആനന്ദത്തിൽ പങ്കുചേരാൻ. കാരണം ഒറ്റപ്പെടലാണ് കുഞ്ഞുങ്ങൾ കൂടുതലും അനുഭവിക്കുക. അവരുടെ വേദനകളാണ് പലയിടത്തും അനുഭവിക്കുന്നത്. പേരൻസിൻ്റെ ഒരു സാന്നിധ്യമില്ലാത്ത ഒരു കാലഘട്ടമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ.